അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊതുപരീക്ഷ അടുത്ത് വരികയാണ്. ലിസാനുൽ ഖുർആൻ 2024 തജ്വീദാൻ്റെ ലിസാന് ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 100 മാർക്കിനാണ് 2 വിഷയം കൂടി ഉണ്ടാവുക. ഒരു വിഷയത്തിൽ ഏകദേശം ഒരു 40-50 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് ചോദ്യപേപ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. ഏകദേശം ഒരു 50 മാർക്കിൻ്റെ ചോദ്യം ലിസാനുൽ ഖുർആനിൽ നിന്നുണ്ടാവും, ബാക്കി തജ്വീദിൽ നിന്നും. അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചോദിക്കുക. ചില വർഷങ്ങളിൽ ഒരു ഭാഗത്ത് ഫുള്ള് തജ്വീദിൻ്റെ ചോദ്യം, അടുത്ത ഭാഗത്ത് ഫുള്ള് ലിസാൻ്റെ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2024 ചോദ്യം നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇടകലർത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മൾ 2 വിഷയത്തിനും തുല്യ പ്രാധാന്യത്തോടെ പഠിക്കണം. ഇനി ഒരാൾ ലിസാന് പഠിക്കാതെ വെറും തജ്വീദ് മാത്രം പഠിച്ചാലും അയാളും രക്ഷപ്പെടാൻ ലിസാൻ ഒന്നും തിരിയാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ അവർ തജ്വീദ് പഠിച്ചാലും മതി, എന്നാലും ജയിക്കാൻ കഴിയും. ഏതായാലും എല്ലാ കുട്ടികളെയും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഒന്നാമത്തെ ചോദ്യം നൂസ്ലു ബിൽ മുനാസിബ്, യോജിച്ചത് ചേർക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം എല്ലാ ദിവസവും നാം ഓതണം. അതൊക്കെ വളരെ സിമ്പിൾ ചോദ്യമാണ്. എല്ലാ ദിവസവും എന്താ ഓതേണ്ടത്? ഖുർആൻ ഓതണം. വളരെ സിമ്പിളാണ്. അടുത്ത് കാനത്തിൽ ഉമ്മു ഇവിടെ തഖ്നുതു എന്നുണ്ട് അല്ലേ, യഖറഉ എന്നുണ്ട്. ഇതിൽ ഏതാ വരിക എന്നാണ്. ഉമ്മ ആയിരുന്നു, ഇവിടെ യാ ഉണ്ട്, ഇവിടെ യാ ഇല്ല, ഇവിടെ താ ആണ്. ഈ താ അത് പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വരിക. അത് നമ്മൾ മനസ്സിലാക്കുക. സ്ത്രീകള്, ഉമ്മ പെണ്ണാണല്ലോ, അപ്പൊ പെണ്ണ് വരുമ്പോഴാണ് താ വരിക. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുക തഖ്നുതു എന്ന് എഴുതുക, ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെ തന്നെ ട്രിക്ക് ഉപയോഗിക്കാൻ നമുക്ക് ലിസാനിലെ എളുപ്പ വഴി. അടുത്ത് വഖ്ഷൗനി എന്നതിലെ ഹംസ, ഈ വാവിന് ശേഷം നമ്മൾ ഇഹ്ഷൗനി എന്ന് ഓതുന്നുണ്ടോ നോക്കിയാൽ മതി. ഇഹ്ഷൗനി നമ്മൾ ഓതുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇതെന്താണ്, വസിലിന്റെ ഹംസയാണ്, ഹംസത്തുൽ വസിലാണ്. അതായത് ഹംസത്തുൽ വസിലാകുമ്പോൾ അതിന്റെ തൊട്ട് ബാക്കിലുള്ള അക്ഷരവും ഈ വാക്കും കൂടി കൂട്ടുമ്പോൾ നമ്മളത് ഉച്ചാരണത്തിൽ വരുന്നില്ല എങ്കിൽ, ഓതുമ്പോൾ വരുന്നില്ല എങ്കിൽ അപ്പൊ അത് ഹംസത്തുൽ വസിലാണ്. ഉദാഹരണം പറയാം, ഫി അഹ്സനി തഖ്വീം, അവിടെ നമ്മൾ ഫി ആ എന്ന് പറയുന്നുണ്ട് അല്ലേ, ഫിഹ്സനി എന്ന് പറയുന്നുണ്ടോ? ഫിഹ്സനി ഹംസ പറയാതെ ഇല്ല, അപ്പൊ അത് ഹംസത്തുൽ ഖത്അ എന്ന് മനസ്സിലാക്കാം. അത് രണ്ടും ട്രിക്ക് നമ്മൾ ഒന്ന് വായോണ്ട് പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഹംസത്തുൽ വസിലാണ്, ഹംസത്തുൽ ഖത്അ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വഖ്ഷൗനി എന്നുള്ളിടത്ത് ഹംസ പറയുന്നില്ല, അപ്പൊ മനസ്സിലാക്കാതെ എന്താണ്, ഹംസത്തുൽ വസിലാണ്. ഉത്തരം ഹംസത്തുൽ വസിൽ. അടുത്തത് ഇന്ന അബി, ഇനി ഇവിടെ യഖ്റഉ ഉള്ളു. തഖ്നുതു കഴിഞ്ഞാൽ പിന്നെ ഏതാ ഉള്ളത്? യഖ്റഉ. അപ്പൊ ഇന്ന അബി യഖ്റഉ, എന്റെ വാപ്പ വായിക്കുന്നു. അടുത്ത് ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ, ഇയ്യാക്ക എന്ന് പറയുമ്പോൾ തൊട്ടു ബാക്കിലുള്ള ആയത്ത് നമ്മൾ ഇയ്യാക്കനോട് മുട്ടിച്ച് ഓതുകയാണെങ്കിലും ജോയിന്റ് ആക്കി ഓതുകയാണെങ്കിലും നമ്മൾ ഈ തന്നെ പറയും അല്ലേ, മാലിക് യൗമിദ്ദീൻ ഇയ്യാക്ക, മാലിക് യൗമിദ്ദീൻ ഇയ്യാക്ക. അപ്പോൾ ഹംസത്തിൽ എന്താണ്? ഖത്ത് ആണ്. അടുത്ത നളു അലാമത്തി സഹിഹ് അൽ മുനാസിബ്, ശരിക്കും എന്ത് ചെയ്യാൻ, ശരി അടയാളപ്പെടുത്താനാണ്. ജുനൈദുൻ വ നബീലുൻ, എത്ര ആളുണ്ട് ഇവിടെ? 2 ആള്. ജുനൈദും വ നബീലുൻ. തഖ്റുജു ഖറജ ഖറജാ, ഏതാ ശരി? ഖറജ എന്നാണ് ശരി. കാരണം എന്താ, ഇതൊക്കെ സിംഗുലർ ആണ്. സിംഗുലർ പറ്റുമോ? ഇല്ല. ഇതിവിടെ 2 ആളുണ്ടല്ലോ അല്ലേ, 2 ആളുണ്ട്. അപ്പൊ 2 ആൾക്ക് എന്താ പറയാ? ഖറജ, 2 ആളും പുറപ്പെട്ടു. അടുത്ത വഖഫ് ലാസിമിന്റെ അടയാളം. വഖഫ് ലാസിമിന്റെ അടയാളങ്ങൾ, വഖഫിന്റെ അടയാളങ്ങൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ ശ്രദ്ധിച്ച് പഠിക്കണം. ഇതാണ് വഖഫിന്റെ അടയാളങ്ങൾ, പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഖാഫ് ലാം ഖില, പിന്നെ ത്വാ മീം ജീമ് സില സായി ഖാഫ്, ഇതൊക്കെ നല്ലോണം പഠിച്ചു വെക്കുക. ഇതെന്തായാലും എല്ലാ കൊല്ലം പരീക്ഷയ്ക്കും വരുന്നുണ്ട്. അപ്പോൾ വഖഫ് ലാസിമ് പറഞ്ഞാൽ വഖഫ് നിർബന്ധമായ സ്ഥലം ഏതാണ്? മീമ് വരുമ്പോഴാണ്. അടുത്തത് ജുമാന ലബീബത്തുൻ, ജുമാനയും ലബീബത്തും. ഖറഅത്തി ഖറഅത ഖറഅതു. നോക്കുക, ഇവിടെ ഖറഅതു എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു എന്നാ. അപ്പൊ എന്തായാലും ജുമാനയും ലബീബും ഞാൻ വായിച്ചു എന്ന് പറയില്ലല്ലോ. പിന്നെ ഖറഅത്തി എന്ന് പറഞ്ഞാൽ എന്താ, അവളൊരു സ്ത്രീ വായിച്ചു എന്നോ, അതും ഇവിടെ പറ്റൂല. ജുമാനയും ലബീബയും അവർ 2 പേരും വായിച്ചു എന്ന് കിട്ടണം. അപ്പൊ അതിനെന്താ വേണ്ടി? ഖറഅതാ, 2 പേരും വായിച്ചു. അടുത്ത ലമ്മിനെ സൂചിപ്പിച്ചു ചുണ്ട് കൂട്ടൽ, ലമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടുന്നതിന് എന്താ പറയാ? ഇഷ്മാം എന്ന് പറയാ. എന്താ പറയാ? ഇഷ്മാം. അടുത്ത എന്ത്? യാ അയ്യുഹൽ ബനാത്തു ഹൽ, ആയുഹൽ ബനാത്തു, ഇത് പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നും പിന്നെ അത് കുറേ പെണ്ണുങ്ങളോടാണ് പറയുന്നത് എന്നും മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഉണ്ട്. അതെന്താ?
അവസാനം ഈ ബനാത്ത് എന്നുള്ളടത്ത് അവസാനം അലിഫും താവുണ്ട് അല്ലെ. അവസാനം അലിഫും താവും വന്നു കഴിഞ്ഞാൽ ഇത് കുറെ പെണ്ണുങ്ങളോടാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ ഇനി കുറെ പെണ്ണുങ്ങളോട് പറയുന്നത് ഏതാണെന്ന് നോക്കണം. സൊല്ലൈത്തും സൊല്ലൈത്തു സൊല്ലൈത്തുന. ആദ്യം നമ്മൾ സൊല്ലൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചു എന്നാ, അല്ലെ ഞാൻ സ്വലാത്തല്ലി എന്നാണ്. അപ്പൊ ഇതേതായാലും പറ്റൂല. ഓ പെണ്ണുങ്ങളെ ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സൊല്ലൈത്തും നിങ്ങൾ നിസ്കരിച്ചു, നിങ്ങൾ കുറെ പുരുഷന്മാർ നിസ്കരിച്ചു എന്നാ. പെണ്ണുങ്ങളോട് നമ്മൾ സൊല്ലൈത്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതാ ഉത്തരം? സൊല്ലൈത്തുന്ന സൊല്ലൈത്തുന്ന, നിങ്ങൾ കുറെ സ്ത്രീകൾ നിസ്കരിച്ചു അല്ലെ സ്വലാത്തല്ലി. അപ്പൊ ഇവിടെ ബനാത്ത് എന്ന് പറയുന്നതിൽ അലിഫും താവുണ്ട്. അലിഫും താവും എപ്പോഴാണ് വരിക? കുറെ പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വരിക. കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവുമ്പോൾ കുറെ പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ടത് മുഖാത്തബിൽ ഏതാണ്? സൊല്ലൈത്തുന്ന എന്നാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കാനുള്ള ട്രിക്ക്. അടുത്ത് നക്തുബുൽ മുസന്ന വൽ ജമ്മ വൽ മുഫ്രദ് വൽ മുത്തക്കല്ലിം. ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? മുസന്ന എഴുതണം, ജംഅ എഴുതണം, മുഫ്രദ് മുത്തക്കല്ലിം എഴുതണം. ദഹബ, ദഹബന്റെ മുസന്ന എന്താ മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാള് ആ കാര്യം ചെയ്തു എന്ന് പറയാൻ എന്താ പറയേണ്ടത്? അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ലിസാന്റെ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ഫോർമാറ്റ് പഠിച്ചാൽ നമുക്കിത് പെട്ടെന്ന് കിട്ടും. ഫയല ഫയല ഫയലു, ഫയലത്ത് ഫയലത്ത ഫയൽന, ഫയൽത്ത ഫയൽത്തുമ ഫയൽത്തും, ഫയൽത്തി ഫയൽത്തുമ ഫയൽത്തുന, ഫയൽത്തു ഫയൽന. അപ്പൊ അതില് ഫയല ഫയല ഫയലു ഫസ്റ്റ് ലൈനാണ്. അതിൽ വരുന്നതാണ് ദഹബ. ദഹബ ദഹബ, ഇതാണ് എന്ത്? മുസന്ന, ദഹബ. ഇനി അടുത്ത് ജം എന്താ? ദഹബു. ഫയല ഫയല ഫയലു എന്നാകുമ്പോൾ ദഹബ ദഹബ ദഹബു. ഇനി മുഫ്രദ് മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലൈനിലെ ഫസ്റ്റ് ഇത്തത് അതേതാ വരിക? ദഹബ്തു, ദഹബ്തു, ഞാൻ പോയി. അടുത്ത തൽ അബീന. തൽ അബീന എന്ന് പറയുമ്പോൾ അത് മുലാരിയാണ്. മുലാരി എന്ന് പറഞ്ഞാൽ മുസ്തഖബിൽ അഥവാ വരാൻ പോകുന്ന കാര്യം. അപ്പോ ഇത് എത്രാമത്തെ ലൈനാന്ന് നമ്മൾ നോക്കണം മുലാരിയിൽ. അത് സർഫാക്കി പഠിച്ചാൽ മതി. യഫ് അലു യഫ് അലാനി യഫ് അലൂന, തഫ് അലു തഫ് അലാനി യഫ് അൽന, തഫ് അലു തഫ് അലാനി തഫ് അലൂന തഫ് അലീന. കണ്ടോ? അപ്പൊ നാലാമത്തെ ലൈനാണ്. അപ്പൊ തഫ് അലീന, തഫ് അലാനി, പിന്നെ തഫ് അൽന, തഫ് അലീന, തഫ് അലാനി, തഫ് അൽന, പിന്നെ അഫ് അലു. എന്താ വരിക? അഫ് അലു, ഇങ്ങനെ വരിക. അപ്പോൾ അത് നമ്മൾ ആ ഫോർമാറ്റ് എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും പഠിക്കണം. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാം. അടുത്ത വഖഫിന്റെ ഞാൻ പറയല്ലേ, വഖഫിന്റെ അടയാളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വഖഫ് ഔല ഏതാ? ഖില. പിന്നെ വഖഫ് ജായിസ്, ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. വഖഫ് ജായിസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം വഖഫ് ജായിസ്, ജീം അല്ലെ. അപ്പൊ ജീമിന്റെ ജീം ജായിസ്, ജീം ജായിസ് കണ്ടോ. വഖഫ് മുത്തലഖ് ത്വാ, അൽ വസുലു ഔല സുല. ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താ? വസുല് എന്നല്ലേ, വസുല്. അപ്പൊ സ്വാദുല്ലാമും, അപ്പൊ സുല. സുല ഏതാണ്? വസുല ഔല. അടുത്തത് ഇവിടെ വഖഫ് ഔലിന്റെ അവിടെ ഷോർട്ട് ഉണ്ട്. എന്താ? വഖഫ് കാഫും ലാമും ഖില. പിന്നെ വഖഫ് മുജവ്വസ്, മുജവ്വസ് എന്ന് പറയുമ്പോൾ അവസാനം ജാ അല്ലേ, അപ്പൊ ജാ വഖഫ് മുജവ്വസ്. അടുത്ത ലാ തഖിഫിന്റെ ഷോർട്ട് ലാ. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഖറജു കാനു സഅലു അയ്യു അഫ്ആലിൻ ഹാദിഹി. ഈ ഫേലുകളൊക്കെ ഏത് ഫേലാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇത് മാലിയാണോ, അല്ല പിന്നെ മുദാരിയാണോ, പിന്നെ അത് മുഫ്രദാണോ, മുദക്കറാണോ, പിന്നെ തസ്നിയാണോ, ജമ്മാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഉണ്ട്. അത് നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കണം. അതായത് ടെക്സ്റ്റ് ബുക്കിൽ 13ാമത്തെ പേജിൽ ഇത് കണ്ടോ, ഖറജു കാനു സഅലു റഔ വസലു കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൻ. അപ്പൊ ഇത് ആദ്യം മാദിയായ ഫീലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അഫ്ആലു മാദിയത്ത്. പിന്നെ ലിൽ ജംഇൽ മുദക്കരി, ജംഅ് മുദക്കറിനുള്ളതാണ്. ജംഅ് മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ആണുങ്ങൾ, കുറേ ആണുങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഖറജു എന്ന് പറഞ്ഞാൽ എന്താ? അവർ കുറേ ആളുകൾ പുറത്തു പോയി. കാനു അവർ കുറെ ആളുകളായിരുന്നു. സഅലു അങ്ങനെ. അടുത്ത ചോദ്യം, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് 4 തവണ ചൊല്ലുക. അടുത്ത നുറത്തിബു ഫിൽ ഖുർആനി അൽ ബററ അൽ കിറാമി മാ സഫറത്തി അൽ മാഹിറു. ഇത് 1ാമത്തെ പാഠത്തിലുള്ളതാണ്. അൽ മാഹിറു ഇതെങ്ങനെ ഓർഡർ ആക്കേണ്ടത്? അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തി അൽ കിറാമിൽ ബററ. അങ്ങനെയാണ്. അടുത്തത് ഇത് ഓർഡർ ആക്കാനാ. കതബ്തി, കതബ്തുന്ന, കതബ്തു, കതബ്തുമ, കതബ്ന.
ഇത് ആ മറ്റേ ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞല്ലേ, ആ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് വേഗം കിട്ടും. ഇത് കതബ്തി എന്ന് പറയുമ്പോൾ ഇതേതാ ലൈന്? കതബ്തി എന്ന് പറയുമ്പോൾ ഫഅൽതി, അത് 4ാമത്തെ ലൈനാണ്. ഫസ്റ്റ് ലൈന് ഫഅല ഫഅല ഫഅലു, രണ്ടാമത്തെ ലൈന് ഫഅലത് ഫഅലത ഫഅൽന. ഇതിൽ ഫഅലത്ത് ഉണ്ടോ? കതബത്ത് ഉണ്ടോ? ഇതിൽ ഇല്ല. അപ്പൊ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും ഇല്ല. ഇനി തേർഡ് ലൈൻ എന്താ? ഫഅൽത ഫഅൽത. കതബ്ത എന്നുണ്ടോ? അതുമില്ല. അപ്പൊ തേർഡ് ലൈനും ഇതിലില്ല. ഇനി ഫോർത്ത് ലൈൻ എന്താ? ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന. ഇതിൽ ഫഅൽതി ഉണ്ടോ നോക്കൂ നിങ്ങൾ, അഥവാ കതബ്തി ഉണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കതബ്തി. അടുത്ത് കതബ്തുമാ, കതബ്തി കതബ്തുമാ, പിന്നെ കതബ്തുന്ന. പിന്നെ ലാസ്റ്റ് ലൈനിൽ 2 ഉണ്ടാവുള്ളൂ അല്ലേ? അതേതാ? കതബ്തു കതബ്ന. ഇതാണ് അതിന്റെ ഓർഡർ. അടുത്ത നുസരിഫ് സർഫാക്കാനാണ്. 4 മാർക്കാണ് അല്ലേ? യു അല്ലിമു യു അല്ലിംന വരെ സർഫാക്കണം അല്ലേ? യു അല്ലിമു യു അല്ലിംന. അപ്പൊ യു അല്ലിമു യു അല്ലിമാനി യു അല്ലിമൂന, തു അല്ലിമു തു അല്ലിമാനി യു അല്ലിംന. ആദ്യത്തെ 2 ലൈനാണ് ഇവിടെ ചോദിക്കുന്നത്. അഥവാ യഫ് അലു യഫ് അലാനി യഫ് അലൂന, തഫ് അലു തഫ് അലാനി യഫ് അൽന. അടുത്ത് തു അല്ലിമു തു അല്ലിമു. അപ്പോൾ അടുത്ത 2 ലൈന് അഥവാ മുഖാത്തബിന്റെ 2 ലൈന് തു അല്ലിമു തു അല്ലിമാനി തു അല്ലിമൂന, തു അല്ലിമീന തു അല്ലിമാനി തു അല്ലിംന. ഓക്കെ. അടുത്ത ചോദ്യം, കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ്? നമ്മൾ പഠിച്ചിരുന്നു, ഓരോ ഇമാമിനെ അയച്ചിരുന്നു ഓരോ നാട്ടിലേക്ക് ഖുർആൻ അയച്ചപ്പോൾ. അവിടെ കൂഫയിലേക്ക് അയക്കപ്പെട്ട ഇമാമിന്റെ പേര് അബു അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു. അബു അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അടുത്ത മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജ്റത്തി. ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ്. എന്തായിരുന്നു ആ നാടിന്റെ പേര്? യസ്രിബ്. മദീനക്ക് പിന്നെ മുമ്പ് കാലത്ത് മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ്. അത് ലിസാനുൽ ഖുർആൻ എന്നുള്ള ചോദ്യമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ലിസാനുൽ ഖുർആനിൽ തന്നെ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. വക്കാന ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജ്റത്തി യസ്രിബ്. കണ്ടോ? യസ്രിബ്. ഇതാണ് എഴുതേണ്ടത്. ഇത് എഴുതിയാൽ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. ഇതിന്റെ അറബി എഴുതാനാണ്. അപ്പൊ നമ്മൾ ആ ആയത്ത് നമ്മൾ പിന്നെ കാണാതെ പഠിച്ചാലേ നമുക്ക് അതിന്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ആ ആയത്ത് ആദാബു മുസ്തമിഇൽ ഖിറാഅ എന്ന് പറയുന്ന പാഠത്തിലുണ്ട്. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. ജുമാക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. വെള്ളിയാഴ്ച ഖതീബ് ഉസ്താദ് എന്ത് ചെയ്യുന്നുണ്ട്? മിമ്പർമെന്ന് ഓതുന്ന ആയത്താണിത്. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. ഇതും ലിസാനിൽ അതേപോലെ ഉണ്ട്. ലിസാനിൽ ഖുർആൻ എടുത്തു നോക്കി നമുക്ക് കാണാം നബിനെ പറ്റി പറയുന്ന അവിടെ ആഷ ഫീഹ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീന. ഇവിടെ എങ്ങനെ ആക്കണം? ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹ എന്നുള്ളടത്ത് മാറ്റിയിട്ട് ഫീഹ കട്ട് ചെയ്തിട്ട് ഫിൽ മദീന എന്നാക്കുക. ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന, 10 വർഷം. ഇതാണ് അതിന്റെ ഉത്തരം. അടുത്തത് നുക്കമ്മിലു, പൂർത്തിയാക്കാൻ. എന്താ? വ ഡാഷ് മുതൽ വരെയുള്ള ഡാഷ് അവസാനം ചൊല്ലൽ സുന്നത്താണ്. എന്താണ്? വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അടുത്ത് അഹ്ലുൽ മദീനത്തി, മദീനക്കാർ കാനു അവരായിരുന്നു, യുറഹിബൂന അവർ സന്തോഷിക്കുന്നവരായിരുന്നു, ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, ഹീന യഖ്ദുമു ഇലൽ മദീന തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു? മദീനക്കാര് സന്തോഷിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നവരായിരുന്നു. നക്തുബുൽ മാന അർത്ഥം ഇതാണ്. ഐഖല എന്ന് പറഞ്ഞാൽ ഉണർത്തി, മുസ്തമി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ. അപ്പൊ ഇതാണ് 2024 ചോദ്യങ്ങൾ. അപ്പൊ ഇതൊന്ന് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഏതൊക്കെ ഭാഗം